ഹായ്, ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത നേന്ത്രപ്പഴം, അതേപോലെ തന്നെ പഴുത്ത പൈനാപ്പിളും ഉണ്ടാവില്ലേ, അതും കൂടി ഇട്ടിട്ട് ഒരു അടിപൊളി മോരുകറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നിട്ട് എൻ്റെ മക്കൾ എന്നെ അതിനോട് സഹകരിക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് 250 ഗ്രാമാണ് കൈതച്ചക്ക ഉള്ളത്, 2 ചെറിയ നേന്ത്രപ്പഴമാണ്. എന്നിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് പച്ചമുളക് ഇട്ട് അതിനകത്തേക്ക് ഈ പൈനാപ്പിളും നേന്ത്രപ്പഴവും ഇട്ട് പിന്നെ ശകലം മുളക് പൊടി ഇട്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് അത്ര എരിവ് ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഉപ്പിട്ട് എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പക്ഷെ എന്താ കുക്കറിൽ വെക്കാൻ കാരണം എന്നറിയോ? നമ്മൾക്കിപ്പോൾ ഗ്യാസിന് ഭയങ്കര ക്ഷാമമാണ്. ഈ ഗ്യാസിന് ക്ഷാമമുള്ളത് കൊണ്ട് ഇപ്പം പച്ചക്കറി വേവിക്കാനായിട്ട് കുക്കർ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വേവിക്കുക, എന്നിട്ട് വെന്തതിന് ശേഷം ചട്ടിയിലേക്ക് ഇടുക, പിന്നെ ബാക്കി മിക്സ് ചെയ്യലും മാത്രം. എന്നുവെച്ചാൽ ഇവിടെ എറണാകുളത്ത് ഗ്യാസ് കിട്ടാൻ നല്ല പ്രയാസമാണ്, നമുക്ക് അടുപ്പൊന്നും ഇല്ലല്ലോ. നമ്മൾ ഫ്ലാറ്റിലാകുമ്പോൾ അടുപ്പ് കത്തിക്കാനും പറ്റില്ല. പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, പക്ഷെ അതിനകത്ത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഗ്യാസിനകത്ത് ചെയ്തോളൂ, വല്ല കുക്കറിനകത്ത് ചെറിയ കുക്കർ വാങ്ങിക്കുക, ഓരോ പാത്രങ്ങൾക്ക് നോക്കിയിട്ടുള്ള. ഇതിപ്പോൾ എനിക്ക് അവിയൽ, സാമ്പാർ, തോരൻ ഒക്കെ വെക്കാൻ പറ്റുന്നൊരു കുക്കറാണ് ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ. അല്ലാണ്ട് ഇങ്ങനെ അത്രയും നേരം വേവിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് നഷ്ടമായി പോവുമല്ലേ. ഇപ്പോൾ ദാ പൈനാപ്പിൾ ഇതും കൂടി വെന്ത് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ തേങ്ങ എടുക്കുക, തേങ്ങ ചിരണ്ടിയതും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും. വെള്ളത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, തൈര് ആഡ് ചെയ്യുക കേട്ടോ. തൈര് ആഡ് ചെയ്യണം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മെല്ലെ പൈനാപ്പിളൊന്ന് ഉടച്ചു കൊടുക്കണേ. അധികം ഉടയ്ക്കേണ്ട കേട്ടോ, അധികം ഉടച്ചാൽ രസം ഉണ്ടാവില്ല. 1-2 പീസ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അത് നമ്മൾ വെണ്ണ പോലെ അതിലത് 2 വെളുത്തുള്ളിയും 3-4 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് വേണം മിക്സിയിൽ അരച്ചെടുക്കാൻ. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി, അതാണ് കാണിച്ചതായിരുന്നത്. അത് നമ്മളിതിനകത്തേക്ക് അരച്ചത് കലക്കി ഒഴിക്കണം കേട്ടോ. നമുക്ക് അത് തൈര് കൂട്ടിയിട്ടാണ്, വെള്ളം ഒഴിക്കാതെ തൈര് കൂട്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. എന്നിട്ട് ചട്ടി ചെറിയ ഇതിലേക്ക് വെച്ച് കൊടുക്കണേ, എന്നിട്ടാണ് ഇതൊക്കെ ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. വെച്ചാൽ നമ്മൾ ചെറിയ തീയിൽ കൊടുത്ത് അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും, നമ്മുടെ കറിക്കൊരു ടേസ്റ്റും ഉണ്ടാകില്ല. ഇങ്ങനെ അധികം ഇതാക്കാതെ വെക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, താളിക്കാൻ വെക്കണം. താളിക്കുമ്പോൾ നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല. ചട്ടി അടുപ്പിൽ വയ്ക്കുക, കടുകിടുക, വത്തൽമുളക് ഇടുക, കരിവേപ്പില ഇട്ടിട്ട് ഇതിനകത്തേക്ക് താളിച്ചൊഴിക്കണം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ പിന്നീട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് പോയി ഉണ്ടാക്കി നോക്കി, ഇതേപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നാളെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ചോറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മ നല്ല ടേസ്റ്റ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഒരു മധുരവും ഒരു ചെറിയ എരിവും ഒക്കെ ആയിട്ടൊരു കറിയല്ലേ. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിക്കൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് എണ്ണ തേച്ച് കുളിപ്പിക്കാനും അതേപോലെ തന്നെ അവർക്ക് ചോറ് വാരി കൊടുക്കാനും ഇപ്പോൾ അവരുടെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്നേഹം നമ്മുടെ മക്കൾ ഒരു കാലത്തും മറക്കില്ല. സ്കൂൾ പൂട്ടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലേതുള്ള നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകും.